ശ്രീ AC തോമസ്, ശ്രീ സാജൻ BY, ശ്രീ തങ്കപ്പിള്ള ചേട്ടൻ, മുരളീധരൻ പിള്ള ചേട്ടൻ, ശ്രീ അനിൽകുമാർ, ഓണസന്ദേശവും നബിദിന സന്ദേശവും ഒക്കെ നമുക്ക് പകർന്നു തരുന്ന അനിൽകുമാർ സാറിനും ഇസ്മയിൽ സാറിനും പ്രത്യേകം നന്ദി. പ്രിയപ്പെട്ട ജോർജി ജോർജ്, നമ്മളിന്ന് ആദരിക്കുന്ന, നമ്മൾ സമ്മാനം കൊടുക്കുന്ന പ്രിയപ്പെട്ട സുജേഷ് ഹരി, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കൊട്ടാരക്കര പൊന്നച്ചൻ സാർ, ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, ജേക്കബ് വർഗീസ് വടക്കേടം, ICCയിലെ മറ്റു ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, എല്ലാവരോടും ഞാൻ എൻ്റെയും സ്നേഹം, ഓണാശംസകളും പെരുന്നാൾ ആശംസകളൊക്കെ അറിയിക്കുന്നു. ICCയുടെ വാർഷികം നടക്കുമ്പോൾ ഒരു ചെറിയൊരു ആഘോഷം എൻ്റെ ഉള്ളിൽ തുടങ്ങും. അത് എനിക്കാകെ ഉള്ളൊരു അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഉള്ള ഒരേ ഒരു ക്ലബ്ബേ ഉള്ളൂ, അത് ICC ആണ്, കൊട്ടാരക്കര. പല ഘട്ടങ്ങളിലൂടെ സിനിമയുടെ പുറകെ നടന്ന്, സിനിമാക്കാരുടെ കൂടെ നടന്ന്, കൂട്ടുകാരുടെ കൂടെ നടന്ന്, സിനിമയിൽ ഇടം കിട്ടുമ്പോഴും ഒരു സിനിമ വിജയിക്കുമ്പോഴൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാട് ക്ലബ്ബുകാർ വിളിക്കും, കൂട്ടുകാർ മെമ്പർഷിപ്പ് എടുക്കാനും മെമ്പർഷിപ്പ് തരാൻ സ്നേഹമായിട്ടൊക്കെ തന്നെയാണ്. പക്ഷേ എന്തോ എനിക്ക് ആ ക്ലബ്ബിലൊക്കെ ചെല്ലുമ്പോൾ വലിയ ഗമയിലൊക്കെ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു വലിയ അങ്കലാപ്പാണ്. ക്ലബിൻ്റെ ഒരു മോടിയൊക്കെ അത്രയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ ആണെന്നൊരു തോന്നൽ ഇപ്പോഴും എന്നെ ഭരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ അത്രത്തോളം മോടി കാണിക്കുന്നവരല്ല ICCയിലുള്ളവർ. ICC പഴയ ICC അല്ല ഇന്ന്. എങ്ങനെയോ ഞാൻ ബോബി ചേട്ടൻ്റെ കൂട്ടുകൂടി ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ കൊട്ടാരക്കര എന്നൊരു കൂട്ടുകാർ, ഒരു സംഘം വരും. തങ്കപ്പിള്ള ചേട്ടനും മുരളി ചേട്ടനും ഇതുപോലെ ഒരു വലിയ ടീം വരും. അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്തിരിയേ ഉള്ളൂ. അതുകൊണ്ട് ബോബിയെന്ന് അങ്ങനെ ആരെയും കൂട്ടത്തില്ല, എന്നെ കൂട്ടും. അപ്പോൾ സംസ്കൃതിക്കൊക്കെ എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. എന്നെ അടുത്ത് വിളിച്ചിരുത്തി വിശേഷങ്ങളൊക്കെ ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അവിടെ ഒരു ആഘോഷമാണ്. എനിക്ക് തോന്നുന്നത് മധുരിക്കും ഓർമ്മകളെ എന്നുള്ളൊരു പാട്ട് കലയെ മോഹിച്ച് കലാരംഗത്തേക്ക് വരുന്ന നർത്തകനായാലും അഭിനേതാവായാലും പാട്ടുകാരനായാലും ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കിങ് വരുമ്പോഴത്തേക്ക് പല വഴിയിലായി പോകും. അപ്പോഴും സമാധാനം കൊടുക്കുന്ന, സാന്ത്വനിപ്പിക്കുന്ന ഒരു പാട്ടാണ് മധുരിക്ക് ഓർമ്മയാണ്. ഇത് ഞാൻ കണ്ട ആദ്യകാലം മുതൽ കേൾക്കുന്നൊരു പാട്ടാണ്. പിന്നെ അവരോടൊപ്പം നടന്ന് എവരെല്ലാവരും വിളിച്ച് എനിക്ക് ICCയിൽ മെമ്പർഷിപ്പ് തന്നു, ഇതിനെക്കൂടെ ചേർത്ത് നമ്മുടെ കൂടെയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒരു മെമ്പർഷിപ്പുള്ള ഒരു ക്ലബ്ബുണ്ടെന്ന് ഞാൻ കരുതുന്നത്, ആഘോഷിക്കുന്നത്. പലരും പാടിയവരൊന്നും ഒരു പക്ഷേ മനസ്സിൽ സ്വപ്നം കണ്ടതുപോലെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ജീവിതത്തിൽ അവർ തോറ്റിട്ടൊന്നുമില്ല. എല്ലാവരും വേറെ വേറെ മേഖലകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ ഒത്തുചേരാനുണ്ടായിരുന്ന ഒരു കാരണം ഈ ക്ലബ്ബാണ്. അപ്പോൾ അതിങ്ങനെ മാറി മാറി അതിൻ്റെ പുരോഗതിയൊക്കെ വരുന്നു. അന്ന് കണ്ണിന് കാണാൻ പോലും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കൊട്ടാരക്കല്ലിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ICC. അപ്പോൾ എനിക്ക് ജോലി തിരക്കുണ്ടെങ്കിലും, ജോലി തിരക്കൊന്നുമില്ല, പക്ഷെ ജോലി അന്വേഷിച്ച് ഓടുന്നതാണ്. അടങ്ങിയിരുന്നാൽ അടുത്ത പടം വരില്ലല്ലോ, സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ പ്രായമാവുന്നു. അപ്പം അടുത്ത തലമുറ വരുമ്പോൾ അവരുടെ കണ്ണിൽ ഞാൻ പെട്ടുപോകണം, ഒരിക്കലും ഒഴിഞ്ഞു പോകരുതെന്ന് കരുതി ഓടി നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആഘോഷങ്ങളിൽ നിന്നും പങ്കെടുക്കാൻ പറ്റാതെയും ഒഴിഞ്ഞു നിൽക്കേണ്ടിയും വരുന്നു. വളരെ സന്തോഷമുണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ പരമോന്നത ബഹുമതി നമ്മുടെ അവാർഡ് ജേതാവായ സുജേഷ് കരിക്ക് കൊടുത്തു. നമ്മുടെ ICCയിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും അത് അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ മധുരം കൂടിയെന്ന് എനിക്ക് തോന്നി.
എനിക്കിപ്പോൾ സുജേഷ് കല്ലിയോട് ഒന്ന് പറയാൻ തോന്നുന്നു, ഈ സമ്മാനം മുമ്പ് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന്. അത്രയും അർഹിക്കുന്നിടത്ത് അത് എത്തിയിരിക്കുന്നു. ഇനിയും വരട്ടെ. ICCയുടെ ക്ലബിൻ്റെ കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നെട്ടോട്ടത്തിനിടയിലെ കുട്ടികൾ അവർക്ക് അഭിരുചി അനുസരിച്ചുള്ള കലകളിൽ അവർക്ക് അവസരം കൊടുക്കാനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം. ഇനിയും ഇതുപോലെ ഒത്തുകൂടണം. നമുക്കെല്ലാ കൊല്ലവും ആഘോഷിക്കണം. നമുക്കെല്ലാ സന്തോഷവും ഉൾക്കൊണ്ട് തന്നെ ജീവിതം പുതിയ കുട്ടികളെ പഠിപ്പിക്കാം. എല്ലാവർക്കും ഞാൻ ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.